എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണം, വെള്ളി എന്നിവയുടെ വിലയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. രണ്ടാം ദിവസവും സ്വർണം, വെള്ളി വില ഇടിഞ്ഞതോടുകൂടി നിക്ഷേപകർ ആശങ്കയിലാണ്. ആഗോള വിപണിയിൽ ഡോളറിന്റെ മൂല്യം ഉയർന്നതാണ് സ്വർണത്തിനും വെള്ളിക്കും തിരിച്ചടിയായത്. യുഎസിന്റെ കേന്ദ്ര ബാങ്കായിട്ടുള്ള ഫെഡറൽ റിസർവ് ബാങ്കിന്റെ പുതിയ ചെയർമാനായിട്ട് ഡോളർ അനുകൂല നിലപാടുള്ള കെവിൻ വാഷിനെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം ചെയ്തതോടുകൂടിയാണ് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഡിമാൻഡ് താഴ്ന്ന് ഡോളറിൻ്റെ ഡിമാൻഡ് ഉയർന്നത്. ഡോളറിൽ നിക്ഷേപകരുടെ താല്പര്യം വർദ്ധിക്കുന്നത് സ്വർണത്തിനും വെള്ളിക്കും തിരിച്ചടിയാണ്. അതോടൊപ്പം തന്നെ ജനുവരിയിൽ നടത്തിയ റെക്കോർഡ് കുതിപ്പിന് ശേഷം നിക്ഷേപകർ ലാഭമെടുത്തതോടുകൂടിയാണ് ഇരു ലോഹങ്ങളുടെയും വില കുത്തനെ ഇടിയുന്നത്. ലോഹങ്ങളിൽ വ്യാപാരം നടത്തുന്നതിന് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട തുക ലോകത്തെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ആയിട്ടുള്ള ലണ്ടനിലെ CME ഗ്രൂപ്പ് ഉയർത്തിയതോടുകൂടിയാണ് നിക്ഷേപകർ സ്വർണവും വെള്ളിയും കൂട്ടമായിട്ട് വിറ്റൊഴിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 60% റിട്ടേൺ സമ്മാനിച്ച ലോഹമാണ് വെള്ളി. സുരക്ഷിത നിക്ഷേപമെന്ന നിലയ്ക്കും വ്യാവസായിക ഡിമാൻഡ് ഉയരുന്നതും ലഭ്യത കുറഞ്ഞതുമാണ് വെള്ളിക്ക് നേട്ടമായത്. വെള്ളിയാഴ്ച സിൽവർ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ കനത്ത ഇടിവ് നേരിട്ടതോടുകൂടി 6% കുറഞ്ഞ് കിലോഗ്രാമിന് 2.29 ലക്ഷത്തിലാണ് വെള്ളി വ്യാപാരം ചെയ്യപ്പെടുന്നത്. കിലോഗ്രാമിന് 4.2 ലക്ഷത്തിൽ നിന്നാണ് വെള്ളിയുടെ വിലയിൽ ഒരാഴ്ചയ്ക്കിടെ 45% കുറവുണ്ടായിരിക്കുന്നത്. ഒരു പവൻ സ്വർണത്തിന് സർവകാല റെക്കോർഡ് വിലയായിട്ടുള്ള 1,31,160 രൂപയിൽ നിന്ന് വെള്ളിയാഴ്ച 1,11,720 രൂപയിലാണ് എത്തിയിരിക്കുന്നത്. വിപണിയിൽ ശക്തമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായതിന് പിന്നാലെ കനത്ത ഇടിവുണ്ടാകുമെന്നാണ് ബനാറസിലെ സീനിയർ കമ്മോഡിറ്റി റിസർച്ച് അനലിസ്റ്റ് ആയിട്ടുള്ള നിർഭേന്ദ്ര യാദവ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിക്ഷേപകർ വൻതോതിൽ സ്വർണവും വെള്ളിയും വാങ്ങിക്കൂട്ടിയ സാഹചര്യത്തിൽ ആഗോള രാഷ്ട്രീയ സാഹചര്യം മാറുന്നതും അപകട സാധ്യത ഉയരുന്നതുമനുസരിച്ച് ലാഭമെടുക്കുവാൻ പ്രേരിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം US ഇറാൻ ചർച്ചകളുടെ ഫലം എന്തായിരിക്കുമെന്നാണ് വിപണി ഉറ്റുനോക്കുന്നതെന്നാണ് പൃഥ്വി ഫിൻമാർട്ടിലെ മനോജ് കുമാർ ജെയിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു ചർച്ചയായിരിക്കും ഇനി സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വിലയുടെ ഗതി നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിപണിയിലെ ചാഞ്ചാട്ടം അവസാനിക്കുന്നത് വരെ സ്വർണവും വെള്ളിയും വാങ്ങാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. വെള്ളിയാഴ്ച എഡിൽവൈസ് സിൽവർ ETF, ആദിത്യ ബിർല സൺ ലൈഫ് സിൽവർ ETF എന്നിവ 8% ഇടിഞ്ഞ് SBI സിൽവർ ETF, HDFC സിൽവർ ETF, സെറോദ സിൽവർ ETF, UTI സിൽവർ ETF, ടാറ്റ സിൽവർ ETF, ICICI പ്രൊഡൻഷൻ സിൽവർ ETS, നിപ്പോൺ ഇന്ത്യ സിൽവർ ETF എന്നിവ 7% വീതവും കുറഞ്ഞിരുന്നു. ഗോൾഡ് ETFകളിൽ മോതിലാൽ ഓസോൾ ഗോൾഡ് ETF 3% ഇടിഞ്ഞിരുന്നു. ICICIയുടെ പ്രൊഡൻഷൻ ഗോൾഡ് ETF, DSP ഗോൾഡ് ETF, UTI MF ഗോൾഡ് ETF തുടങ്ങിയവയുടെ 2% വീതവും കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.